വിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് ഷൈന. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഒക്ടോബറിലാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. എൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവൾക്ക് ഇപ്പോൾ 15 വയസ്സുണ്ട്. ഇവൾക്ക് ചെറുപ്പം മുതലേ ജലദോഷവും തുമ്മലും, എന്നും ജലദോഷവും തുമ്മലായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു ചെറുതായതുകൊണ്ടാണെന്ന് വിചാരിച്ചു. അതിനുശേഷം സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ എന്നും തുമ്മൽ. ഇങ്ങനെ തുമ്മി കൊച്ചിന് രാവിലെ എഴുന്നേക്കാൻ വയ്യ, ജലദോഷം. ഒരു ദിവസം 3-4 ടവലൊക്കെ ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യപ്പോൾ ഇങ്ങനെ മൂക്കിലൊരു ദശ വളരുന്നുണ്ട്, പിന്നെ അലർജിയുണ്ട്, സൈനസൈറ്റിസും ഉണ്ട്, അതിൻ്റെ എല്ലാം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 5 വയസ്സ് മുതൽ ഇവൾക്ക് തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഒരു 13 വയസ്സ് വരെയോളം ഇവൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2019 ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഞാൻ മെഡിസിൻ്റെ കൂടെയാണ് ഇവൾക്ക് തൈലവും ഉപ്പും തേനും ഒക്കെ കൊടുക്കും. പക്ഷേ അത് മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി നിയോഗം വെച്ചു, ഇത് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും അത് കൂടി വരികയാണ്. അവൾക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ വെച്ചു. അതിനുശേഷം ഞാൻ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തി. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് മരുന്നൊന്നും കഴിക്കണ്ട, മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചാൽ മതി, ഇതും കൊണ്ടങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തി. പിന്നെ എന്നും ഈ തൈലവും ഉപ്പും തേനുമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഉടമ്പടി ഒതുക്കി 1 മാസം കഴിഞ്ഞപ്പോഴാണ് ജപമാല റാലി വന്നത്. അപ്പോൾ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡെയിലി വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു 3, 4, 5 ടവലൊക്കെ വെച്ച് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ടവലൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിൻ്റെ ജലദോഷം മാറിയോ? അപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിക്കുന്നത്. എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല, ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഈ ജലദോഷവും തുമ്മലും പൂർണ്ണമായിട്ടും മാറി. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും അറിയത്തില്ല. കാരണം അത്രയ്ക്ക് വിഷമിച്ചാണ് ഇവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്കിങ്ങനെ തുമ്മിക്കൊണ്ട് സ്കൂളിലിരിക്കാൻ വയ്യ, എനിക്ക് ജലദോഷം കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ വയ്യ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കൊറോണ ടൈമിലായിരുന്നു. മാസ്ക് വെച്ചിട്ടൊക്കെ ശ്വാസം മുട്ടിയിട്ട് ഇരിക്കാൻ വയ്യ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്തായാലും അത് പൂർണ്ണമായിട്ട് അവൾ മാറി. ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഇന്ന് വരെ അവൾക്ക് ജലദോഷമോ തുമ്മലോ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മെഡിസിൻ നേരത്തെ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ മാറുമായിരുന്നു ഞാൻ വിചാരിക്കാറുണ്ട്. എന്തായാലും അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 2023 ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൊലുസ്, 1 പവൻ്റെ ഒരു കൊലുസ് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു. തിരിച്ച് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കൊലുസ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രാവലറിനായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ ട്രാവലറിൽ അവിടെ വിളിച്ചു ചോദിച്ചു, അതിനകത്തെങ്ങാനും കിടക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് കൊലുസിട്ടുകൊണ്ട് പോയത്? ഇനി അത് എവിടെ കിട്ടാനാണ്? ഇത്രയും ജനങ്ങൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് കൊലുസിട്ടുകൊണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി പോയെന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിൽ, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കൊലുസ് എനിക്ക് തിരിച്ചു തരണം, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പോഴും എന്നോട് പറഞ്ഞു, പിന്നെ ഇനി അത് പറയാത്ത കുഴപ്പമുള്ളൂ, നീ എന്തിനാണ് ഇത് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ. രാത്രി മുഴുവനും ഞാനിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവി എനിക്ക് എൻ്റെ കൊലുസ് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ആർത്തിങ്കൽ പള്ളിയിലൊക്കെ മണലിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചവിട്ടിയത് പോയുണ്ടാവും, കിട്ടില്ല, എനിക്ക് കിട്ടിയാൽ തന്നെ ആരെങ്കിലും തിരിച്ചു വരുമോ? അങ്ങനെ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആവാൻ ഞാൻ നോക്കിയിരുന്നു. വെളുപ്പിനെ തന്നെ ഞാൻ ഹസ്ബൻഡിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു, ചേട്ടായി ആർത്തിങ്കൽ പള്ളിയിലൊന്ന് പോയി അന്വേഷിക്കുക, കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ചേട്ടായി വെളുപ്പിനെ അവിടെ നിന്ന് ആർത്തിങ്കൽ പള്ളിയിൽ വന്നു. അവിടെ ഉച്ച വരെ നിന്ന് അവിടെ വന്ന് എല്ലാവരും കണ്ടിട്ട് അവർ പറഞ്ഞു, എങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യുക, കൃപാസനത്തിൽ പോയി നോക്ക്, ഇനി ഇവിടെ നിന്ന് എങ്ങാനും നഷ്ടപ്പെട്ടത് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി അവിടെ നിന്ന് കൃപാസനത്തിൽ വന്നു. അപ്പോൾ മറ്റേ കാലിലെ കൊലുസും കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിങ്ങനെ ഓഫീസിൽ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ഒരു കൊലുസ് ഇങ്ങനെ ഇന്നലെ നഷ്ടപ്പെട്ടു പോയി, ഇതിൻ്റെ ഒരു പെയറാണിതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അവരൊന്നും മിണ്ടിയില്ല. അവരത് നോക്കിയിട്ട് അതും കൊണ്ട് അവരകത്തോട്ട് കയറി പോയെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ 2ാമത്തെ കൊലുസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ചേട്ടായിക്ക് കുറച്ച് നേരത്തേക്ക് മിണ്ടാൻ പോലും പറ്റട്ടെ, ഇത്രയും ഇതിൻ്റെ ഇടയ്ക്കുന്ന അത് കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചല്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടെ കൃപാസന പത്രം മേടിച്ച് വീടുകൾ തോറുമാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഇച്ചിരി വൈകി, ഇന്ന് പ്രാർത്ഥിക്കണ്ട, ഇന്നത്തെ കൂട്ടി നാളെ പ്രാർത്ഥിക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഒരു പ്രാർത്ഥനയും മുടക്കാറില്ല. അഥവാ എത്ര പറ്റില്ല എന്ന് വിചാരിച്ചെന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന് വെച്ച് കിടന്നാൽ പോലും ദൈവം എന്നെ കിടത്താറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ച് പാതിരാത്രിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്താറില്ല. ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വലിയ ഇതായിട്ട് നടന്നു പോകുന്നു.